മാനന്തവാടിയിലെ ബേലൂർ മഖനയ്ക്കായുള്ള ദൗത്യത്തിൽ കർണാടക വനം വകുപ്പ് ഉദ്യോഗസ്ഥരും 25-അംഗ സംഘം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തെരച്ചിലിൽ പങ്കെടുത്തു. ആനയ്ക്ക് 100 മീറ്റർ അരികിൽ വരെ എത്താനായത് മാത്രമാണ് ദൗത്യത്തിൽ ഇന്നുണ്ടായ പുരോഗതി. ദൗത്യം നാളെയും മാനിവയൽ വനമേഖലയിൽ തുടരും. ഇന്നലെ രാത്രി 10 മണിയോടെ ജനവാസ മേഖലയിലൂടെ സഞ്ചരിച്ച് മാനിവയൽ, കാളിക്കൊല്ലി, ആലത്തൂർ, പനവല്ലി മേഖലയിലേക്ക് ആനയെത്തി. കഴിഞ്ഞ ദിവസം ബാവലി മേഖലയിലായിരുന്നു ആന. അവസാന സിഗ്നലുകൾ പിന്തുടർന്ന് ദൗത്യ സംഘം രാവിലെ തന്നെ മയക്കുവെടി വെക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അടിക്കാടുകൾ നിറഞ്ഞ ഈ വനമേഖല ദൗത്യത്തിന് വീണ്ടും വെല്ലുവിളിയായി. ഒപ്പമുള്ള മോഴയാനയും പ്രതിസന്ധിയാണ്. 100 മീറ്റർ അരികിലെത്തിയെങ്കിലും മയക്കുവെടി വെക്കാനായില്ല. ദൗത്യം തുടരുമെന്നും കാര്യക്ഷമമായി വനംവകുപ്പ് ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുകയാണെന്നും വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ പ്രതികരിച്ചു. ബേലൂരിൽ നിന്നും ദിവസങ്ങൾ നീണ്ട ശ്രമത്തിനൊടുവിൽ മഗ്നയെ പിടികൂടിയ കർണാടക വനംവകുപ്പിലെ സംഘാംഗങ്ങൾ ഉൾപ്പെടെ ഇന്ന് ദൗത്യത്തിൽ ചേർന്നു. കേരള, കർണാടക അംഗങ്ങൾ ഉൾപ്പെട്ട 3 സംഘങ്ങളായാണ് ഇനിയുള്ള ശ്രമങ്ങൾ നടക്കുക. ചീഫ് വെറ്റിനറി സർജനും നിരവധി ദൗത്യങ്ങളിൽ പങ്കെടുത്ത് പരിചയമുള്ള ഡോക്ടർ അരുൺ സക്രിയെ ദൗത്യത്തിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ഇതിനിടെ ഉയരുന്നുണ്ട്. മൃഗസംരക്ഷണ വകുപ്പിലേക്ക് മടങ്ങിയ അദ്ദേഹം സർക്കാർ തല ഇടപെടലിൽ വീണ്ടും ദൗത്യത്തിനായി വയനാട്ടിൽ എത്തും. നാളെ മുതൽ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കൂടിയാകും മഗ്നയ്ക്കായുള്ള ദൗത്യം. ഇന്ന് രാത്രിയും ശക്തമായ നിരീക്ഷണമാണ് കുതിരക്കോട്, പനവല്ലി, ചേലൂർ, ആലത്തൂർ, ബേഗു പ്രദേശങ്ങളിൽ വനംവകുപ്പും പോലീസും നടത്തുക. ഇവിടങ്ങളിൽ നിരോധനാജ്ഞയും നിലനിൽക്കുന്നുണ്ട്. ആനയുടെ ചലനം നിരീക്ഷിക്കുന്നതിനായി സാറ്റലൈറ്റ് സിഗ്നൽ ഉപയോഗിച്ചുള്ള മോണിറ്ററിംഗ് സംവിധാനവും തുടരുന്നുണ്ട്. ട്രാക്കിംഗ് ഡാർട്ടിനായി ടീമുകളായി മാത്രം 45 പേരാണ് വനത്തിനുള്ളിൽ ഇന്ന് ദൗത്യത്തിൽ പങ്കെടുത്തത്. അമൃത ന്യൂസ്, വയനാട്.